ഹായ് ഗെയ്സ്, നമ്മളുടെ ചാപ്പക്കടപ്പുറത്തേക്ക് പോകുന്ന റോഡിൻ്റെ ഫ്രണ്ട് വശമാണ്. ഇവിടെ നിന്നും നമ്മൾ ചാപ്പക്കടത്തേക്ക് പോകുമ്പോൾ മണ്ണ് വഴിയാണ്. ഇപ്പോൾ മഴയുള്ളത് കൊണ്ടാണ് ഈ വെള്ളം നമുക്ക് കാണുന്നത്. ഇവിടെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. ചെറിയ ഒരു ഗ്രൗണ്ടാണെങ്കിൽ പോലും അവിടുത്തെ പിള്ളേർക്ക് കളിക്കുവാൻ തക്ക സൗകര്യം ഇവിടെയുണ്ട്. നല്ല വിശാലമായ മണ്ണിട്ട ഗ്രൗണ്ടാണ്. ഇപ്പോൾ മഴയായതുകൊണ്ടാണ് കുട്ടികൾ കുറവ്. ഈ വഴിയാണ് നമ്മൾ നേരെ ചാപ്പക്കടപ്പുറത്തേക്ക് പോകുന്നത്. കടലിനോട് ചേർന്ന് തന്നെ കുറച്ച് കടകളുണ്ട്. കടകളിൽ അത്യാവശ്യം നമുക്ക് സ്നാക്സും വെള്ളമൊക്കെ കിട്ടും. കടലിൽ നിന്ന് ഒഴുകി വന്ന കപ്പൽ കിട്ടുന്ന റോപ്പാണ്, പന്ത എന്നൊക്കെ പറയും. അതവിടെ ഒഴുകി വന്നപ്പോൾ അവിടെ കയറ്റി കെട്ടിയിട്ടാണ്. ഓക്കെ, ഞാൻ ഈ ഓൺ വോയിസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഉണ്ടോ ഇവിടെ കടയിലെ ആൾക്കാരൊക്കെ റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ചെറിയൊരു ഊഞ്ഞാല, നല്ല രസമായിരിക്കും. ഇവിടെ നല്ല കാറ്റുകൊണ്ട് കിടക്കാൻ പറ്റുന്നൊരു ഊഞ്ഞാല. ഇവിടുത്തെ കാഴ്ചകളൊക്കെ അതിമനോഹരമാണ്. ഈ മൂളിയുടെ ഇടയിലൂടെയൊക്കെ പോകുന്നത് ഒരു അനുഭവം തന്നെയുണ്ട്. ഇടയ്ക്കൊക്കെ നമുക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ നമ്മിങ്ങനെ വരിക. ബാക്ക് വശം ഉള്ള ഒരു സീനറി നോക്കി, നല്ല സൂപ്പറല്ലേ. അസ്തമിക്കാനായിട്ട് നിൽക്കുന്ന സൂര്യൻ, ഒരു കാഴ്ച അടിപൊളി തന്നെ. ചെറുപ്പത്തിലേക്ക് വന്ന സ്ഥലമാണെങ്കിൽ പോലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മൂളികളൊക്കെ ഭയങ്കരമായിട്ട് വലുതായി. പിന്നെ കടപ്പുറമൊക്കെ നല്ല കുറേ കൂടി വലുതായ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഇപ്പോൾ കണ്ടപ്പോൾ എന്തോ ഒരു പുതുമ കാണുന്നത് പോലെയാണ്. ചെറുപ്പത്തിലേക്ക് ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും പോകുന്നപ്പോൾ ഇതൊരു പുതിയൊരു സ്ഥലത്ത് വന്ന ഒരു ഫീലിംഗാണ്. കുറേ നാൾക്ക് ശേഷമാണ് ഞാനും ഇവിടെ എത്തിയത്. അതുകൊണ്ട് ഇവിടെ മൊത്തം ഒന്ന് കാണാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാമല്ലോ. നല്ലൊരു അടിപൊളി സീനറിയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടുത്തെ കടയിൽ നിന്ന് കുറച്ച് പോളകളൊക്കെ പായലുകളൊക്കെ കയറിയിട്ടുണ്ട്. അതിപ്പോൾ ഈ സമയത്തിൻ്റെ പ്രത്യേകതയാണെന്ന് തോന്നുന്നു. അപ്പോൾ ആളുകളൊക്കെ വളരെ കുറവാണ് കേട്ടോ. എന്നാലും ആളുകളുണ്ട്. നല്ലൊരു അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും രീതിയിലൊക്കെ ഇവിടെ വൈപ്പിനിൽ വരികയാണെങ്കിൽ നേരെ വൈപ്പിന് വളപ്പ് വന്നിട്ട് വളപ്പിലൂടെ വരാം. നമ്മളുടെ ആലപ്പുറത്ത് നിന്ന് നേരെ പടിഞ്ഞാട്ടൊക്കെയുള്ള വഴി ഇതിലെ വരാം. നമുക്കിപ്പോൾ നല്ല വഴി വളപ്പിൽ നിന്ന് വരുന്നതാണ് കേട്ടോ. എന്താ രസമല്ലേ, സൂര്യനൊക്കെ ശരിക്കും വല്ലാത്തൊരു അടിപൊളി. ഇടയ്ക്കൊക്കെ ഒന്നിറങ്ങണം കേട്ടോ. അതൊക്കെ ഒരു അനുഭവമാണ്. അതിൻ്റെ ഒരു കാഴ്ച എനിക്കൊരു സീൻ. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. രീതിയിലുള്ള വ്യത്യാസപ്പെടുത്തണമെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അങ്ങനത്തെ ഈ ഒരു പരിപാടി ചെയ്യുന്നതാണ്. ഇതിൻ്റെ നിങ്ങളൊന്ന് പറയാം.
ഇതുപോലെ തന്നെയാണ് കേട്ടോ നമ്മളുടെ ചാപ്പക്കടപ്പുറം തുടങ്ങി മറ്റേ ആ ബീച്ചിൽ ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ബീച്ചും ഇതുമായിട്ട് കണക്റ്റഡാണ്. നേരെ വരികയാണെങ്കിൽ ഈ ശ്രീ വഴി നേരെ തന്നെയാണെങ്കിൽ പുതുവൈപ്പ് ബീച്ച്, പിന്നെ വളപ്പ് ബീച്ച്, പിന്നെ ചാപ്പക്കടപ്പുറം, കുളങ്ങപ്പുഴ ബീച്ച്, ഞാറക്ക ബീച്ച്, അങ്ങനെ ഇത്രയും ബീച്ചൊക്കെയാണ് നമുക്ക് കണ്ടു പോകാം. ഈ വളപ്പ് കടപ്പുറത്തെ ബീച്ചൊക്കെയെന്ന് വെച്ചാൽ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ചാപ്പക്കടപ്പുറത്തും ഷൂട്ടിങ് നടക്കുന്നുണ്ട്, എന്നാലും അടുത്ത് നടന്നതായിട്ട് എനിക്കറിയില്ല കേട്ടോ. ഇത് വളപ്പ് കടപ്പുറത്തെ ബീച്ചിലൊക്കെ നടക്കാറുണ്ട്. എന്താ ഒരു സീനറി അല്ലേ. അവിടെ നിന്ന് വെട്ടം വരെ നിർത്താൻ നമുക്ക് കാണാനായിട്ടൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ നേരെ തിരിച്ച് പോകുന്ന ഇതുണ്ട്. അപ്പോൾ നമുക്ക് ആ പിള്ളേർ കളിക്കുന്ന സ്ഥലം കൂടി ഒന്ന് നമുക്കൊന്ന് കാണാം. അത് ഇപ്പോൾ നിങ്ങളുടെ കളിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല, ഒന്ന് നോക്കാം. കളിക്കുന്നുണ്ട് കേട്ടോ. പിള്ളേർ കുറവാണ്, ഇങ്ങനെയൊന്നുമല്ല, ഒരുപാട് പിള്ളേർ ഇവിടെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഇപ്പോൾ സ്കൂൾ തുറക്കാറായല്ലോ, അതിൻ്റെ ഒരു കുറവുണ്ടാവും പിള്ളേർ. എന്നാലും മിക്ക സമയങ്ങളിൽ ഇവിടെ കൂടുതൽ പിള്ളേരെ കാണാറുണ്ട്. വളരെ വിശാലമായ ഗ്രൗണ്ടാണ് കേട്ടോ. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ലവ് യു ആൾ.